ലൈഫിൽ മറക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൈതരിയെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ധ്യാൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ആരാണ് ധ്യാനാണ് വിനീതാണ് ആരും കുറച്ചുകൂടി നന്നാക്കിയ നന്നാക്കിയ കൊള്ളാം. ഞാൻ പറഞ്ഞെങ്കിൽ നല്ല ഓർമ്മയുണ്ട്. അത് വളർന്നു വന്നപ്പോൾ എനിക്ക് അതിനൊക്കെ ഉള്ളത് ഇക്ക പണ്ട് മുതലേ ഈ മ്യൂസിക് അഭിനയം ഇക്ക ഒരു പാതി വഴിയിൽ വേണ്ടെന്ന് വെച്ചതാണോ അല്ലെങ്കിൽ നാട്ടുകാരാ? കറക്റ്റ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് എന്തുകൊണ്ട് സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനസ്സ്? അതിന്റെ പകവീട്ടിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയേക്കുന്ന ഒരു അഭിനന്ദനമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോമ്പറ്റീറ്റർ ആണെന്ന് പറയുമ്പോൾ അതെ അതെ അതൊരു അതൊക്കെ വിട്ടുകൊടുത്തതുണ്ടോ? എന്തറിയാം, ഞാനാണ് ഇവനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ എൻ്റെ വീട്ടിൽ പോയി വിളിച്ചോണ്ടുവന്നത്. ഒരു രാത്രിയിൽ പോയി വിളിച്ച് അത് നന്നായി അഭിനയിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ കാരണം ഇനി വേറൊരുത്തരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഞാൻ പാട്ടിൽ ഉപയോഗിച്ച സാധനം അത് ഇതില് അപ്പൊ ഞങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ശരിക്കും ഫ്രണ്ട്സ് തന്നെയാണോ? ഞങ്ങളെ പരസ്പര ധാരണയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണോ ആദ്യ സംവിധാനത്തിൽ ഇദ്ദേഹത്തെ വിളിക്കാതെ ആയത്? ഇതിന്റെ ഒരു കാണിച്ചു കൊടുക്കുക ഇവന് ഞാൻ അങ്ങനെ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചോദിച്ചൊക്കെ എല്ലാം പറഞ്ഞത് ശരിയാണ്. അല്ല അത് നായകനാക്കൂന്ന് വിചാരിച്ചോണ്ടല്ലോ. അല്ല, എനിക്ക് ഒരു പ്രൊഡ്യൂസർക്ക് തീരുമാനിക്കല്ലോ ഈ പടം എനിക്ക് പുറത്തിറക്കേണ്ടത്. അങ്ങനെ എത്ര പേരുണ്ട് പടം? അല്ല, നമുക്ക് വലിയ സന്തോഷം. പിന്നെ ഞാൻ 2 പടം പ്രൊഡ്യൂസ് ചെയ്തു. കട്ടപ്പനയിൽ ഋതിക് റോഷനും കേശിയും ഞങ്ങൾക്ക് ഒരുമിച്ചല്ലേ. ഇനി എപ്പോഴാ ഒരുമിച്ചൊരു അസോസിയേഷൻ? ശ്രമിക്കുന്നുണ്ട്. അതിനെ പറ്റിയ കണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ്. വല്ലതും ഉണ്ടെങ്കിൽ തരുമോ? തരും. ഞാനൊരു നല്ല സ്ക്രിപ്റ്റ് എഴുതി തരും. ഞാൻ എത്ര കാലമായി പറയുന്നു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ അന്ന് ആയിഷയ്ക്കൊക്കെ നമുക്കൊരു നല്ല സ്ക്രിപ്റ്റ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് സംസാരിച്ചു. പിന്നെ ഞാൻ അന്ന് കാണേണ്ടെന്ന് സംസാരിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ പിന്നെ ധ്യാനം തിരക്കായി. ഇക്കപ്പം ഏതോ ഒരു പടം എനിക്ക് ഒന്ന് ചെയ്യാനിരിക്കുന്ന സമയത്ത് കാണാൻ പോകാനുള്ള തിരക്കിലായിരുന്നു. അത്രേ ഉള്ളൂ. ഏതാ പടം കാണാൻ വേണ്ടി ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ധ്യാനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ത്രെഡ് ഉണ്ട് പറയാന്ന് പറഞ്ഞു. പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെ ധ്യാനം തിരക്കായി പോയി. ഞാൻ സിനിമ, അന്നത്തെ സിനിമ അല്ലെങ്കിൽ ഇന്നത്തെ സിനിമ, മോഡേൺ ഡേ സിനിമ വരുമ്പോൾ അതുമായിട്ട് ഇപ്പോൾ ടെക്നോളജി എന്താ പറയണ്ടത്, 4K സിങ്ക് അല്ലെങ്കിൽ ഇപ്പോൾ AI കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് സിനിമ, പുതിയ മോഡേൺ ഡേ സിനിമയെ? അല്ല, ഇപ്പോൾ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതികളല്ലേ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൂടുതൽ ഇപ്പോൾ അഭിനയിക്കുന്ന രീതികളും കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. ശരിക്കും ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളിൽ പണ്ട് നടന്മാർ അഭിനയിച്ചിട്ടുണ്ട്. ചിലത് കുറച്ച് സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിക്ഷൻ പരിപാടികളാകുമ്പോൾ കുറച്ച് ഡോസ് കുറച്ച് കൂടും. ചില കഥാപാത്രങ്ങൾ നമ്മളെ കുറച്ച് എക്സൈറ്റഡ് ആകുമ്പോഴാണ് അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞ പോലത്തെ. ഇപ്പോഴും കൂടുതലും റിയലിസ്റ്റിക് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ എല്ലാ സ്ഥലത്തും അത് ഉപയോഗിക്കാൻ പറ്റില്ല. പഴയ ആൾക്കാർക്കൊരു പഴയ സ്ലാപ്സ്റ്റിക് ഒക്കെ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ പഴയ ഉണ്ട്. പിന്നെ ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളെല്ലാം പറയും. അതല്ലാത്ത അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് നിസ്സാര പണിയല്ല. അതിൻ്റെ ചില ഡയറക്ടേഴ്സിനാണ് അതിൻ്റെ ഒരു മിടുക്കുണ്ടാവുക. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ചിലർ ഫൈറ്റ് പടം എടുക്കാൻ ഭയങ്കര മന്നന്മാരായിരിക്കും, ത്രില്ലറും അതും ഇതും എടുക്കാൻ. ചിലർ എൻ്റർടൈൻമെൻറ്റ് ഹൈറ്റ് ആ രീതിയിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് എപ്പോഴും നേരത്തേക്ക് കിട്ടിയിരുന്ന ഡിഫറെൻറ്റ് സിനിമകൾ ഉണ്ടായിരുന്നു. പല സംവിധായകരും പല രീതിയിലുള്ള ആൾക്കാരായിരുന്നു, പല സ്കൂളുകളാണ്. ഇപ്പം നമ്മളൊക്കെ ഇല്ലേ പല സ്കൂളിൽ കൂടിയാണ് പോയിരുന്നത്. ശരിക്കും അത് പ്രൊഫഷണൽ സ്കൂളുകൾ തന്നെയായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതല്ല. അന്നത്തെ ഹ്യൂമറും ഇന്നത്തെ ഹ്യൂമറും ആൾക്കാർ ആസ്വദിക്കുന്ന ലെവൽ വ്യത്യാസം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ ഇല്ല. അങ്ങനെയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സിറ്റുവേഷൻ തമാശ ഉണ്ടായ സിറ്റുവേഷൻ ഹ്യൂമറാണ് ലൈഫ് ഉണ്ടാവും. ഇപ്പം കൂടുതലും അതിന്മേലേക്കാണ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്, പണ്ടത്തെ ഒരു തമാശക്കൊരു എൻഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ റൺ ചെയ്യും. ഇപ്പം അങ്ങനെയൊന്നും റൺ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പം ടക്കെന്ന് പറയേണ്ട സാധനം കിട്ടിയാൽ പോയാൽ പോയി, കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു എല്ലാം പിള്ളേർ ചെയ്യുന്നത്.
നമ്മളങ്ങനെയല്ല, അതിനൊരു സ്റ്റാർട്ടിങ്, അതിനൊരു വരവ്, അതിൻ്റെ എൻഡിലൊരു പഞ്ച് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലേക്ക് ഇങ്ങനെ ഒരു ട്രാവലിംഗ് ഉണ്ടാവായിരുന്നു. ട്രാവലിംഗ് ഒന്നുമില്ല. അപ്പോൾ ടക്ക് സ്ട്രെയിറ്റ് അടിയാണ്. അല്ലേ, നമ്മൾ ഈ സിറ്റുവേഷനനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ധ്യാൻ സംസാരിക്കുമ്പോൾ ആ സിറ്റുവേഷനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു പ്രസംഗത്തിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അവിടെ എങ്ങനെ ആളുകൾക്ക് അത് കറക്റ്റ് ആ ഒരു ആങ്കിൾ ഉണ്ടായിരുന്നു. അത് ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ മനസ്സിലാക്കുന്ന പ്രസൻസ് ഓഫ് മൈൻഡ് ധ്യാനിന് ഭയങ്കരമായിട്ടുണ്ട്. അത് ഞാൻ ഈ കുറച്ച് ദിവസങ്ങളോളം നമ്മളെ അടുത്ത് ഇടപഴകുകയും, കാരണം ഞാൻ ധ്യാനിനെ കുറച്ച് കുഞ്ഞുനാൾ മുതൽ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് ഇടപഴകും നമ്മളിപ്പോഴാണ് കൂടുതൽ ധ്യാനിനെ കൂടുതൽ പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് പ്രസൻസ് ഓഫ് മൈൻഡും ഈ സർക്കംസ്റ്റാൻസസും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാർ പൊട്ടിച്ചിരിച്ചു പോകുന്നത്. പിന്നെ ഒരാൾക്ക് പിന്നെ ഒരു ഭയങ്കര ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ചിന്തിക്കാതെ പോലും തമാശ പറയാനുള്ള കപ്പാസിറ്റി വളരെ അപൂർവ ആൾക്കാർക്ക്. ചിലപ്പോൾ അതിൽ കുഴപ്പങ്ങൾ സംഭവിക്കും. ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ആ പ്രസന്റ് ടൈമിൽ അത് ഒരു ഭയങ്കര വലിയ ചിരിയും അതിലാക്ഷേപം ഉണ്ടാവാം, പല കാര്യങ്ങളുണ്ടാവും. പിന്നെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ പറയുന്ന സാധനം പോലും കറക്കിയെടുത്ത് ദോഷമായിട്ട് നിങ്ങൾക്ക് എതിരേറി ആ ഒരു അല്ല. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നണം. അല്ല, നമ്മൾ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുന്ന തെറി വിളിയൊക്കെ പൂച്ചണ്ടും പൂമാലയും പോലെ ഞാൻ കാണാം. എനിക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ലാലുവൊക്കെ നീ ഒരു ഇത് നോക്കാതെ ആള് ഇതൊക്കെ നോക്കാണ്ടാണോ പറയണത്? ഞാൻ പറഞ്ഞു, ലാലു അത് ഈ സമയത്തല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഇത് വേറൊരു സമയത്ത് ഇത് പറയണ എന്തോരം സമയം എടുക്കും. അപ്പൊ നമുക്കൊരു ആശ്വാസം. അപ്പൊ നമുക്ക് അല്ലേ, കറക്റ്റാണത്. അത് നമുക്കൊരു അവാർഡ് കിട്ടിയപ്പോൾ എല്ലാവരും ചിരിച്ചു, അത് എൻജോയ് ചെയ്തു. ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ നിസാര പണിയല്ല. ഏതർത്ഥം സങ്കടം പറയാം, നമ്മുടെ പ്രാരാബ്ദം പറഞ്ഞ സങ്കടമായില്ലേ, മറ്റത് വലിയ കല തന്നെയാണ്. എനിക്ക് അതൊരു ഗോഡ്സ് ഗിഫ്റ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഒരാളായിരുന്നു ശ്രീനേട്ടൻ. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഒരു തവണ അത് ഞാൻ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരാളിടയ്ക്ക് ഇങ്ങനെ വന്നു, അയ്യോ ശ്രീനിവാസനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, തമാശയൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ ഈ തമാശയൊക്കെ ചിലപ്പോൾ ഇനി അടുത്ത സിനിമയെ കാണാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇതായി. പിന്നെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തമാശയൊക്കെ പറയണോ, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇയാൾ സൂക്ഷിച്ചോളൂ സിനിമയിൽ വരും കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ കഴിയുമ്പോൾ, ഹലോ മിസ്റ്റർ, നിങ്ങൾ പറയുന്ന ചപ്പും ചവറും നിറയ്ക്കാനുള്ളതല്ല മലയാള സിനിമ. അവനെ തൊലച്ച് അപ്പം ഓരോ സാധനങ്ങൾ പുള്ളിയുടെ അടുത്ത് കിട്ടുന്ന കീറുണ്ടല്ലോ, അത് ഭയങ്കര സാധനമാണ്. അത് പിന്നെ അയാൾ അതോടുകൂടി എല്ലാം നിന്നു. പക്ഷെ അങ്ങനത്തെ പ്രസൻസിൽ അത് പറയാനുള്ള ചങ്കൂറ്റവും ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ചില സമയത്ത് ഭയങ്കര കാര്യങ്ങൾ പറയാൻ തോന്നും, വേണ്ട, അപ്പം തന്നെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. കാര്യം ഇതുകൊണ്ട് ഇനി കുറേ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയല്ലേ, നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഏറ്റവും നല്ലത് സൈലൻസ് ആണെന്ന് ചില സമയത്ത് തോന്നും അല്ലേ. നമ്മൾ എന്തിനാ വെറുതെ അതിൻ്റെ ഇടയിൽ പറയാൻ പോകാം. കാരണം അപ്പോഴേക്കും നമ്മൾ പറയാനെല്ലാവരും നോക്കിയിരിക്കണം. എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് മക്കളായി വലിയ രണ്ടുപേരും, ഇപ്പോൾ നിൽക്കേണ്ട ഒരു മോള് കല്യാണം കഴിഞ്ഞു, കുഞ്ഞായല്ലേ, ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ എപ്പോഴെങ്കിലും ഒരിക്കലോളം സിനിമ ചെയ്യാമെന്നാണ് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് ഇടക്കാലത്ത് ഞാൻ ലാൽ സാറ് ഞാനിങ്ങനെ ഒരു ആത്മീയ സ്പിരിച്വൽ യാത്രയിലൊക്കെ പുള്ളി നിർത്തുവാണെന്നൊക്കെ ഒരു വാർത്തയൊക്കെ ഞാൻ കഴിച്ചത്. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളൊക്കെ ഇപ്പം താമസിച്ചുകൊണ്ട് റിട്ടയർ ആവും, അതാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മളോടൊന്ന് വീണ്ടും തുടങ്ങണമെന്ന് പറയുന്ന പോലെ നമ്മൾ കാണുന്നുള്ളത്. നമുക്ക് അങ്ങനെ റിട്ടയർമെൻ്റ് എന്നുള്ളത് നമുക്ക് എത്രത്തോളം ആരോഗ്യത്തോടു കൂടിയും നമുക്ക് ഓർമ്മയും ഒക്കെ ആയിട്ട് ഓടിച്ചാടി നടന്ന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തേടലിലാണ് നമ്മളിപ്പോഴും. മറ്റതിനെ കുറിച്ചിട്ടും നമ്മൾ ചിന്തിച്ചിട്ട് പോലും. ഞാൻ ഒരു 45 വയസ്സ് റിട്ടയർ ചെയ്യണമെന്ന് ആലോചിക്കുക. എന്തിനാണ് എന്തിനാ ഒരു ഭാരമായ റിട്ടയർ ചെയ്യേണ്ടി വരുമോ? അല്ല, ചില മക്കളെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെയൊക്കെ സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ അവരൊക്കെ ആയിട്ട് പോകണം. നമ്മളെ പോലുള്ള ധ്യാനൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്.
കാരണം നിങ്ങൾക്ക് ഒരു എന്താ പറയാണ്, ഒരു 1000 പൂർണ്ണചന്ദ്രനെ കാണുന്ന കാലത്തോളം നിങ്ങൾ നല്ല സിനിമകൾ ചെയ്ത്, കാരണം ധ്യാനിൻ്റെ കയ്യിൽ അതിനുള്ള ടാലൻ്റ് ഉണ്ട്, കഥകളുണ്ട്. നിങ്ങളിപ്പോൾ തമാശ പറഞ്ഞ് പൊട്ടം കളിച്ച് നടക്കണം പരിപാടിയൊന്നും അല്ല. നിങ്ങളിൽ ഒരു ബുദ്ധിമാന, ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾക്ക് എൻ്റെ ഒരു ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അല്ല ഞാൻ എന്നെ പൊക്കി പറയുന്നത് അല്ല, ഞാൻ പറയുന്ന ഫാക്റ്റാണ്. അല്ല ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ വിനീതും ഞങ്ങൾ, പക്ഷെ വിനീത് ഭയങ്കര മെച്യൂർഡാണ്. ഞാൻ മെച്യൂരിറ്റിയുടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ ഹ്യൂമർ സെൻസ് പുറമെ കാണുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വിനീതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിനീത് എഴുത്തിലും ചിന്തകളിലും ഉണ്ടാവാം, പക്ഷെ അത് ഓപ്പണായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ചെയ്യുന്നത് ധ്യാനാണ്. അല്ല, ഏത് അർത്ഥത്തിലായാലും രണ്ടുപേരും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സന്തോഷം വെച്ചാൽ ശ്രീനേട്ടൻ്റെ 2 മക്കളും അവരുടെ നിലയിൽ ആ ഹൈറ്റ്സിലേക്ക് ഉയരുന്നു എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. കാരണം എനിക്ക് അത്രയും, കാരണം പേഴ്സണലായിട്ട് നമുക്ക് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൈതരിയെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ധ്യാൻ്റെ അച്ഛൻ. അതിലൊന്ന് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ ഷോയ്ക്ക് പോവാണ്. അന്ന് ജയറാമേട്ടൻ്റെ ഒക്കെ ടീമിലാണ് പോകുന്നത്. ഞാനും അഭിയുണ്ട്, ശ്രീനേട്ടനൊക്കെ ഗൾഫിലാണ് ഷോ ചെയ്തത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു VCP വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അന്നത്തെ അവിടുത്തെ 500 ദിർഹംസിന് ഒരു VCP. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഭയങ്കര, കാരണം സ്വന്തമായിട്ടൊരു സിനിമ കാണാനുള്ള സാധനമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പം ഞാൻ വരുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ വിചാരം ഇതിപ്പോൾ സുഖമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള, കാരണം എനിക്ക് അങ്ങനെ അതിന് മുമ്പ് അങ്ങനെ ഒരു ഷോയ്ക്ക് പോകുക അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ VCP ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ VCP ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി അടയ്ക്കും. ഏതാ എന്ന് വെച്ചു ഡ്യൂട്ടി. അപ്പോൾ അന്ന് അവരുടെ കാൽക്കുലേഷനിൽ അന്ന് 5000 ചില്ലം രൂപയായിട്ട് അതിൻ്റെ വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം അവിടെ അടയ്ക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് പോകാൻ പോയതാണ്. ഞാൻ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ പെട്ടിയെടുത്ത്, മറ്റുള്ളതൊക്കെ ആർട്ടിസ്റ്റുകളാണ്. നമ്മളന്ന് അസിസ്റ്റന്റ് ഡയറക്ടറും മിമിക്രിക്കാരും മാത്രമാണ്. അവരെല്ലാവരും പോണു. എനിക്ക് നോക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു അത് ഡ്യൂട്ടി അടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പൈസ ഇല്ല ആ സാധനം അവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ നമ്മളിത് ആറ്റുനൂറ്റ് വാങ്ങിച്ച സാധനമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീനേട്ടൻ വന്ന് എന്ത് പറ്റി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിന് ഡ്യൂട്ടി അടക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട് നിയമത്തിൽ, അപ്പോൾ അതൊന്നും അടച്ചോളൂ. അല്ല, ഞാൻ പറഞ്ഞു അല്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ VCPയുടെ പൈസ ഡ്യൂട്ടി അടച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് ശ്രീനേട്ടനാണ്. അതിനുശേഷം ഞാൻ ശ്രീനേട്ടന് ആ പൈസ തിരിച്ചു കൊടുക്കാൻ ശ്രമം നടത്തിയ കഥകളൊക്കെ ഉണ്ട്. തിരിച്ചു കൊടുത്തോ? വാങ്ങിച്ചില്ല. എനിക്ക് തന്നാലും മതി. വേറെ 150 രൂപ. ഇന്നത് നേരത്തെ കുറച്ച് ഈ കഥ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. അല്ല, ഈ ധ്യാനം ഓർമ്മയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഷോയ്ക്ക് കാലിക്കറ്റ് ധ്യാനം വിനീതൊന്ന് കുഞ്ഞാണ്, 2 എണ്ണം കൂടി വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീനേട്ടൻ കൊണ്ടുവന്ന് 2 പേര്. ധ്യാനം അധികം സംസാരിക്കണ പോലില്ല. വിനീതിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് എന്താണ് അറിയാമെന്ന് വെച്ചപ്പോൾ ദിലീപിനെ അഭിയൊക്കെ ഉണ്ട് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ദിലീപ് ചോദിച്ചു അച്ഛൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ആരാണ്? ധ്യാനാണ് വിനീതാണ്? ധ്യാനാണ്. കുറച്ചുകൂടി നന്നാക്കിയ കൊള്ളാം. അച്ഛൻ ഇച്ചിരി ഓവറാണെന്ന് പറഞ്ഞത്. ചിലപ്പോ ഞാനായിരിക്കും കുറച്ചും കൂടി നന്നാവാനുണ്ട്, അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെങ്കിൽ നല്ല ഓർമ്മയുണ്ട്. അത് വളർന്നു വന്നപ്പോ എനിക്ക് അതിനൊക്കെ ഉള്ളത് കുറച്ചുകൂടി നന്നാക്കാനായിരുന്നു. അല്ല, പക്ഷെ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് വേറെ വഴിക്കൊക്കെ പോയിട്ടാണെങ്കിലും നിങ്ങൾ സിനിമയിൽ തന്നെ വന്നില്ലേ? അതെ അതെ അതെ, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് അവനവൻ്റെ മക്കളൊക്കെ നല്ല നിലയിൽ വരിക എന്ന് പറയുന്നത്, അല്ല അത് നമ്മളൊക്കെ നെപ്പോട്ടിസം അല്ലേ. കഴിവില്ലാത്തവൻ പിന്നെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ. അതെ, നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയായിരുന്നല്ലോ. നിങ്ങളൊക്കെ കഴിവ് കൊണ്ട് വന്നതും അല്ല, നമ്മളെ നാട്ടിലൊക്കെ എഴുതി തല്ലിയ ഐറ്റം. എന്തുവാ പക്ഷെ എങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാന്ന് പറയുന്ന പോലെ ഇങ്ങനെ വരിക എന്ന് പറയില്ലേ, അതൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് വളർച്ച. ഈ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വിശ്വാസിയാണ് അല്ലേ? ദൈവവിശ്വാസിയാണ്.
പിന്നെ സിനിമയിൽ ഇത്തരം വിശ്വാസങ്ങൾ അല്ലെങ്കിൽ സിനിമയിലുള്ള വിശ്വാസങ്ങൾ സിനിമയിൽ നിന്ന് കിട്ടിയതാണ്. ഈ സിനിമക്കകത്തുള്ള കുറേ വിശ്വാസങ്ങളുണ്ട്. അതെ, അത് സിനിമയിൽ നിന്ന് അകത്തുനിന്ന് കിട്ടിയതാണ്. കിട്ടിയതാ. കാരണം നമുക്കറിയില്ലായിരുന്നു ഇതൊന്നും. എല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ പഠിച്ചതല്ലേ. എന്തായാലും സ്റ്റേജ് ഷോന് പോവാണ്, അതിൻ്റെ ഒരു റിഹേഴ്സൽ എന്നോണം അല്ലേ ഈ പാട്ട്, ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒരു ഓണാനുബന്ധിച്ച്. അല്ല, ഞാനിപ്പോൾ ഈ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്ത് പാട്ട് പാടാനാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയാം. എന്തായാലും പാടും. നമ്മള് ഈ ഞങ്ങളുടെ ഞങ്ങളുടെ 10ാം ക്ലാസ്സുകാര് ബാച്ചില്ലേ, ഇപ്പൊ ഇവൻ പറയും അത് കഴിഞ്ഞിട്ട് നിർത്തി എന്ന് പറയട്ടോ. 10ാം ക്ലാസ് ബാച്ച് ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചു എന്ന് അറിയിക്കാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഒത്തുകൂടലുണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ പഴയ ആൾക്കാർ കൂടി കൂടുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ റീയൂണിയൻ സംഭവിച്ചത്. റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങളും കൂടി അന്ന് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എഴുതി സംഗീതം ചെയ്തൊരു പാട്ടിൻ്റെ 2 പരിപാടി. എനിക്കിത് കേട്ടപ്പോ പാടാൻ തോന്നുന്നു. അല്ല, ഞാൻ ഈ ശ്രുതി അല്ല അത്രയും മുട്ടി നിൽക്കുകയാണെങ്കിൽ പഠിക്കും. അല്ല അതിലല്ല, ഞങ്ങൾ പണ്ടുണ്ടല്ലോ മിമിക്സ് ഗാനോളെന്ന് പറയുന്ന സാധനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഇൻസ്ട്രുമെന്റ്സ് കംപ്ലീറ്റ് വയലന്റ് ചെയ്തിട്ട് ചെയ്യില്ല. അപ്പോൾ ദിലീപ് അത് കഴിഞ്ഞിട്ടുള്ള മിമിക്രിക്ക് മാത്രമേ ദിലീപിന് റോളുള്ളൂ. ചില കോളേജ് പരിപാടിക്കൊക്കെ ചെല്ലുന്ന നേരത്ത് ഈ ലേഡീസൊക്കെ ഈ പാട്ട് ഗേൾസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് പാട്ടിന് നിൽക്കുന്നവരോട് താല്പര്യം. അപ്പോൾ ഇവനെ അറിയാതെ ഇത് അറിയാവുന്നതിൻ്റെ പേരിൽ മിംസ് ഗാനോട് ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വിമൻസ് കോളേജിലൊക്കെ ഞാൻ ബെട്ടാ ഞാൻ പറഞ്ഞു എന്തിന് വല്ല മിംസ് ഗാനം ഞാൻ സൈഡിൽ നിൽക്കും. എന്നിട്ട് ഞാൻ സൗണ്ട് ഓപ്പറേറ്റർ മൈക്ക് ഓൺ ചെയ്ത് ഇടി ഓഫ് ചെയ്തേക്കണം, ഒരു കാരണവശാലും ഓൺ ചെയ്യരുത്. ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയില്ലേ. എന്നിട്ട് ഇവൻ മ്യൂസിക് ഡയറക്ഷൻ, മറ്റത് എന്നെ കൊണ്ട് പാട്ട് പഠിക്കും. ഇവൻ ഒന്ന് പാടാ മൈക്ക് ഓഫ് ചെയ്യാൻ നടന്നില്ല. ബാക്കി കൂടി ഞാൻ പറയാം. എന്നിട്ട് ഓർക്കസ്ട്രയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കസ്ട്രയെല്ലാം നമ്മൾ ഫീഡ് ചെയ്ത് മൈനസ് ട്രാക്ക് എടുത്ത് വയ്ക്കും. മൈനസ് ട്രാക്ക് എടുത്ത് വെച്ചിട്ടാണ് പാടിക്കുന്നത്, ഹെഡ്ഫോണൊക്കെ വെച്ചെടുത്ത്. ഞാൻ നോക്കിയപ്പോഴേ ഞാൻ അങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞ നാരങ്ങ മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട് പാടുമ്പോൾ നോക്കിയപ്പോൾ ബൂത്തിലേക്ക് നോക്കിയപ്പോൾ ഹെഡ്ഫോണൊക്കെ ഊരി തൂക്കിയിട്ടേക്കാണ്. അവൻ എന്ത് ചെയ്യുന്ന ഇതൊക്കെ എനിക്ക് ഭയങ്കര ശല്യമാണ്, ഈ മ്യൂസിക്കും താളമൊക്കെ. നമുക്ക് നമ്മുടെ രീതിയിൽ മ്യൂസിക് അതിൻ്റെ കൂടെ വരണം. അതായത് ഞാൻ പാടുന്നത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇത് ഡിസ്റ്റർബ് ആവുന്നത്. ഇത് പാടിയിട്ട് മ്യൂസിക് ഇടയിൽ കുത്തി കയറ്റണായിരിക്കും. നിങ്ങളായിരിക്കും. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ്. ഇതൊക്കെ ഊരി വേറെ സ്ഥലത്ത് തൂക്കിയിട്ടിട്ട് നമ്മൾ ചിലര് പഠിക്കുന്ന ചട്ടക്കുരിയിടുകയെ. അപ്പൊ അതുപോലെ ഞാൻ വെറുതെ ശ്രുതി ഇട്ടപ്പോഴേ തെറ്റിക്കാൻ വേണ്ടി ശ്രുതി കേട്ടപ്പോ എനിക്ക് ഒരു കുറച്ചേരം കൂടി പോയാ ഹരിമുരളി അത് ഇതുപോലെ 2 പാട്ട് നമ്മൾ പാടി ഓക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാം നമുക്കേ വേറൊരു സാധനത്തില്ലേ ഞെട്ടിക്കാൻ പറ്റൊരു സാധനം ചെയ്യണം. ഞാൻ പറഞ്ഞത് ഏത് ടൈപ്പ് ഹരിമുരളീൻ്റെ ഒക്കെ പോലത്തെ പാട്ടില്ലേ, എന്ത് സ്വരങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കേട്ട് ഞെട്ടണം. നോക്കി അല്ല ഇത്രയും ഇതായിട്ടും പാടിപ്പിച്ച് അതിന്റെ അതെ ക്രെഡിറ്റ്. പാട്ടിന്റെ വ്യൂവേഴ്സ് എത്ര പറയാൻ എത്രയാ കഴിഞ്ഞ 13 മില്യൺ 14 മില്യൺ അതിൽ 13 മില്യൺ ഒരാളാന്ന്. 40 മില്യൺ ഇപ്പം പാടി ഏതെങ്കിലും പാട്ട് 40 മില്യൺ പോയാ. എന്നിട്ട് അവനാണ് ദൈവം കൊടുക്കുന്ന ശിക്ഷ. ഞാനത് ഒന്നുമില്ല, ഞാൻ അവരുടെ മുമ്പിൽ ഒന്ന് പിടിച്ചേക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലവരെ ഈ സാധനം കൂടെ വൈകില്ല. ഈ മ്യൂസിക് അതിനോട് മറ്റേ നോക്കുന്നില്ലല്ലോ ആ സാധനം അതിപ്പോ ഇല്ല. എന്തായാലും ഇൻസ്ട്രുമെന്റ് വേണ്ടെന്ന് വെച്ചു ഞാൻ ആരും വിളിക്കുന്നത്. നമ്മുടെ ക്യാപ്പില് വിമൻസ് കോളേജ് അല്ലേ, UK പോവല്ലേ ആവാലോ. ഇല്ല അവിടെ ഫീസ് കാര്യമില്ല, ബാൻ ചെയ്തു അവിടെ. ഹലോ പണ്ടത്തെ കൂട്ടുകാരും
പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓണം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. ചേമ്പിലത്താളാൽ കുട ചൂടി പൊട്ടിയ സ്ലേറ്റ് ഒന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചിന്നും സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. ചേമ്പിലത്താളാൽ കുട ചൂടി പൊട്ടിയ സ്ലേറ്റ് ഒന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചിന്നും സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടത് ഓടിയെടുത്ത് ഉപ്പ് പുരട്ടിയിട്ടൊന്നു കടിക്കുവാൻ കൊതിയുന്നില്ലേ, ഇന്നും കൊതിയുന്നില്ലേ. കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്. കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്. കളിയായി നമ്മളു ചാത്തിയ മലർമാലകൾ തന്നൊരു പൂമണം എന്നും ഇടയ്ക്കത് നെഞ്ചിനകത്ത് പടരുന്നില്ലേ, നീ അതറിയുന്നില്ലേ. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. നെഞ്ചു പിടയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. ഇത് കവിതയാണോ? ഇത് ഞാൻ പറഞ്ഞത് എഴുതി എഴുതിയല്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു ആ നാരങ്ങോട്ട 14 മില്യൺ ശ്രുതി ഒന്നും വേണ്ടല്ലോ. അതൊക്കെ റൈറ്റ്സും ഇതൊക്കെ കൊടുത്തില്ലേ, അതിൽ നിന്ന് തന്നെ 40 മില്യൺ കിട്ടിയ. അല്ല, ഈ ചിലപ്പോ ഇപ്പൊ പാടിയ ഒരു 15 മില്യൺ ആവാം. അവിടെ നിൽക്കണ്ടത് അത് ഇനി ഓർഗാനിക്കായിട്ട് ആയിക്കോട്ടെ. എന്തായാലും അവസാനമായിട്ട് എന്തെങ്കിലും ഒരു ഓണം, നിങ്ങളില്ലാത്ത ഓണക്കാലത്ത് ഒരു ഓണാശംസ. നമ്മള് ഉള്ള ഓണക്കാലം നമ്മൾ എവിടെയും നിറഞ്ഞിക്കല്ലേ, നിങ്ങൾ പോവല്ലേ? അതിന് നമ്മള് ഗൾഫിൽ പോയാലോ അല്ലെങ്കിൽ UK പോയാലോ ഒക്കെ നമ്മൾ ഇവിടെ ഉള്ള പോലെ തന്നെയല്ലേ. കേരളം വിട്ട് ഓണത്തിനൊരു സിനിമയായിട്ടൊരു വരവ് വരുമല്ലേ അടുത്ത നമുക്ക് പിടിക്കാം. അടുത്ത ഓണം. ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ, ഒരു ഓണം ഫെസ്റ്റിവൽ റിലീസ്. പിന്നെ നമ്മള് പഴയ പോലെ ഫെസ്റ്റിവൽ സീസൺ ഹിറ്റ് വേണം, വീണ്ടും വരണം. വരും ഉറപ്പ്. അതാണ്, നിങ്ങൾ ഒരുമിച്ച് വരും. നമ്മൾ നമുക്ക് ഒരുമിക്കാം. 100 crore. അപ്പൊ 100 crore ഇൻഡസ്ട്രി. അപ്പൊ ഒരു ആശംസ ജനം TV-യുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.